സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് അദ്കാറുകൾ തുടങ്ങി വെച്ചു, അല്ലെങ്കിൽ ഒരു നസീഹത്ത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ ഇൽമ പറഞ്ഞു കൊടുത്താൽ, ഇൽമ കേട്ട് കഴിഞ്ഞാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മക്കളിലെ 4 അടിമകളെ മോചിപ്പിച്ച കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദുമാർക്കൊക്കെ സൗകര്യപ്പെടുകയാണെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ പുരുഷന്മാർക്ക് ഒരു ചെറിയ നസീഹത്ത്, എല്ലാ ദിവസവും ഒരായത്തോ ഒരു ഹദീസോ ഒരു ചരിത്രമോ പഠിക്കുന്ന അവസരം. അസ്ർ കഴിഞ്ഞാലും അങ്ങനെയാണ്. അസ്ർ കഴിഞ്ഞ് മഗ്രിബിനിടയിൽ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ചെറിയൊരു നസീഹത്ത് പറ്റുമെങ്കിൽ അതൊക്കെ വളരെ കൂലിയുള്ള വിഷയങ്ങളാണ്. നല്ല കാര്യങ്ങൾ ആര് തുടങ്ങി വെക്കുന്നോ അവർക്ക്, ആരൊക്കെ അതിനെ തുടർന്ന് വരുന്നുണ്ടോ അവരുടെയും കൂലി ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൈക്കൊക്കെ ഓക്കെയാണ്, എൻ്റെ സൗണ്ടിൻ്റെ കുഴപ്പമാണ്, അത് ശരിയാകുന്നുള്ളൂ. അൽഹംദുലില്ലാഹ്. മനിസ്തന്ന ഖൈറൻ ഫസ്തുന്ന ബിഹി അയ്യുമാ ദാഇൻ ദആ ഇലാ ഹുദൻ ഫത്തുബിഅ. ഏതെങ്കിലും ഒരാൾ ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുകയും ആ നന്മ ജനങ്ങൾ പിൻപറ്റുകയും ചെയ്താൽ فإن له مثل أجور من اتبعه لا ينقص من أجورهم شيئا. ആ പറഞ്ഞു കൊടുത്ത ആൾക്ക് കൂലി കിട്ടുന്നു, പറഞ്ഞു കൊടുത്തതനുസരിച്ച് ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരുടെ കൂലിയും കിട്ടുന്നു. ഈ സദസ്സിൽ എൻ്റെ നിയ്യത്ത് അള്ളാഹു സ്വീകരിച്ച എനിക്ക് കൂലിട്ടും നിങ്ങൾക്കും കൂലിട്ടും, ഇത് രണ്ടും കൂടെ ഇതിന്റെ സംഘാടകർക്ക് കിട്ടും. لأن قعد مع قوم يذكرون الله من صلاة الغداة حتى تطلع الشمس أحب إلي من أن أعتق 4 من ولد إسماعيل عليه السلام. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, സുബഹി നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മുഅ്മിനീങ്ങളുടെ കൂടെ ഞാൻ സൂര്യോദയം വരെ ഇരിക്കുന്നത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് 1 മണിക്കൂർ ഏകദേശം, അത്രയും സമയം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പടച്ചവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടോ കേട്ടുകൊണ്ടോ ഒരു സമൂഹത്തിന്റെ കൂടെ ഇരിക്കുന്നതാണ് 4 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും പറഞ്ഞു, വല അന്ന ഖുഉദ മഅ ഖൗമിൻ യദ്കുറൂന അല്ലാഹ മിൻ സ്വലാത്തിൽ അസ്രി ഇലാ അൻ തഗ്രിബ അശംസ്. അസ്ർ നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ ആ സമയത്തൊരു ക്ലാസ് സാധ്യമാവുകയാണെങ്കിൽ അഹബ്ബു ഇലയ്യ മിൻ അൻ ഉഅ്തിഖ 4, വേറെ ഒരു 4 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഈ മജ്ലിസിൽ പോയിരിക്കലാണ്. അഖ്ഉദ മഅ ഖൗമിൻ, ഒരു സമൂഹത്തിന്റെ കൂടെ പോയിരിക്കുക. ഈ 2 സമയവും പ്രത്യേകം എടുത്തു പറഞ്ഞെങ്കിലും ഏത് നേരത്തും ഇൽമ പറയുന്നതും കേൾക്കുന്നതും കൂലിയാണ്. മജ്തമഅ ഖൗമുൻ അലാ ദിക്രിൻ ഫതഫറഖു അൻഹു ഇല്ലാ ഖീല ലഹും ഖൂമു മഗ്ഫൂറൻ ലക്കും. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ഒരു സദസ്സിൽ സമയം ചെലവഴിച്ചാൽ ആ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ എല്ലാവർക്കും അല്ലാഹു പുറത്തിരിക്കുന്നു, അതുകൊണ്ട് എഴുന്നേറ്റോളൂ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഇജ്അൽ ഹദ്ദനാ മിൻ ഹാദൽ മജ്ലിസ് അൻ യുഖാല ലനാ ഫീ ഖിതാമി ഖൂമു മഗ്ഫൂറൻ ലക്കും ബിഇദ്നില്ലാഹ്. അല്ലാഹു നമുക്ക് അങ്ങനത്തെ മഗ്ഫിറത്ത് തരട്ടെ. അങ്ങനെ മലക്കുകൾ നമ്മളോട് പറയലാവണം ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യം. അല്ലാഹു ഞങ്ങൾ എല്ലാവരെയും നീ സ്വീകരിച്ചവരായി കബൂൽ ചെയ്യണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾക്കിത് നാളെ മഹ്ശറയിൽ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലായി മാറ്റിത്തരണമേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇതിന്റെ ഗുണം കൊടുക്കണേ തമ്പുരാനെ. പഠിപ്പിച്ച ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, പഠിക്കാൻ വേണ്ടി ഭക്ഷണം നൽകിയ ആളുകള്, സ്ഥാപനങ്ങളെ സഹായിച്ചവര്, അല്ലാഹുവർക്കൊക്കെ ഇതിന്റെ കൂലി കൊടുക്കണമേ തമ്പുരാനെ. ശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ മനഃപ്പാഠമാക്കേണ്ട അല്ലെങ്കിൽ ഹിഫ്ള് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്, പ്രത്യേകം സൂചിപ്പിക്കണം. ഹിഫ്ള് അൽഹംദുലില്ലാഹ് ഒരുപാട് വിദ്യാർത്ഥികൾ, മുതഅല്ലിമീങ്ങൾ ഹിഫ്ളിന് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. പഴയ കാലത്ത് അത് കുറവായിരുന്നു, ഇപ്പോൾ അത് കൂടുന്നുണ്ട് അൽഹംദുലില്ലാഹ്. നമുക്ക് ഖുർആൻ മുഴുവനായും ഹിഫ്ള് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും ഖുർആനിൽ നിന്ന് മുതഫർരിഖാത്തെങ്കിലും കുറച്ച് ഭാഗങ്ങളെങ്കിലും ഹിഫ്ള് വേണം. അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, ലൗ ജുമിഅൽ ഖുർആനു ഫീ ഇഹാബിൻ മാ അഹ്റഖഹു അന്നാർ. സുബ്ഹാനല്ലാഹ്. ഒരു ഖുർആൻ ഒരു തോലിലങ്ങ് പൊതിച്ചു വെച്ചിട്ടാണ് നരകത്തിലേക്ക് ഇട്ടാൽ പോലും ആ തോല് കത്തില്ലെന്നാണ്.
അങ്ങനെയാണെങ്കിൽ ഖുർആൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകളുടെ ശരീരത്തെ നരകം തൊടില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യജീഉൽ ഖുർആനു യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിശുദ്ധ ഖുർആൻ വന്നുകൊണ്ട് പറയുമത്രേ, യാ റബ്ബ് ഹല്ലി, അല്ലാഹുവേ നീ ആദരവിന്റെ വസ്ത്രം ഇവരെ അണിയിക്കണമേ. ഫയുൽബസു താജുൽ കറാമ, അല്ലാഹു തആല വലിയൊരു ക്രൗൺ അവരുടെ തലയിലേക്ക് ഒരു കിരീടം വെച്ചു കൊടുക്കും, ആദരവിന്റെ ബഹുമാനത്തിന്റെ കിരീടം. എന്നിട്ട് ഖുർആൻ പറയും, യാ റബ്ബ് സിദ്, അല്ലാഹുവേ ഇനിയും കൊടുക്കണം, ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കണം. ഫയുൽബസു ഹുല്ലത്തൽ ഖറാമ, അങ്ങനെ ബഹുമാനത്തിന്റെ ആദരവിന്റെ വസ്ത്രം അവരെ അവിടെ അണിയിക്കപ്പെടും. തുമ്മ യഖൂലു യാ റബ്ബ് ഇർദഅൻ, അല്ലാഹുവേ ഈ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആണിനെയും പെണ്ണിനെയും നീ തൃപ്തിപ്പെടണമേ. ഫയർളാ അൻഹു, അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകും. ഫയഖൂൽ ഇഖ്റ വർഖ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, ഓതിക്കൊണ്ടേയിരിക്കൂ. എവിടെയാണോ നിങ്ങളുടെ ഓർമ്മ അവസാനിക്കുന്നത്, നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് എത്രയാണോ നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത്, ഓരോ ആയത്തിനും അള്ളാഹു നിങ്ങൾക്ക് സ്ഥാനം ഉയർത്തിത്തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് 30 ദിവസം. റമദാനിൽ നമ്മൾ ഏറെക്കുറെ ജമാഅത്തുകളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്. റമദാൻ അല്ലാത്തപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടവർ തന്നെയാണ്. ആ ഒരു 5 നേരത്തെ നിസ്കാരവും നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അതോട് ചേർന്ന് ഒരു 10 ദിവസം കൂടെ ശവ്വാലിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 2 മോചനം അല്ലാഹു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുതിബ ലഹു ബറാഅതാൻ, ബറാഅത്തുൻ മിനൻ നാർ വ ബറാഅത്തുൻ മിനൻ നിഫാഖ്. ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനമാണ്, മറ്റൊന്ന് കപടവിശ്വാസത്തിൽ നിന്നുള്ള മോചനമാണ്. ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന സ്വഹീഹായ ഹദീസ്, മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ, മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ യുദ്രികു തക്ബീറത്തൽ ഊലാ. ആരെങ്കിലും അല്ലാഹുവിനെ 40 ദിവസം കൃത്യമായി നിസ്കരിച്ചു ഇമാമോടുകൂടെ, യുദ്രികു തക്ബീറത്തൽ ഊല, ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇമാമിന്റെ പിന്നിൽ ആളുണ്ടാവണം. അങ്ങനെ 40 ദിവസത്തെ 5 നേരത്തെ നിസ്കാരവും ഒരാൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ ഇതൊരു ചാലഞ്ചാണ്. അതിനിടയ്ക്ക് വിട്ടുപോയാൽ വീണ്ടും അടുത്തൊരു 40 തുടങ്ങണം. 40-നിടയ്ക്ക് വിട്ടുപോകരുത്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വിട്ടുപോകുന്ന അവരുടെ മന്ത്ലി സൈക്കിൾ അതിനെ ബാധകമല്ല. പുരുഷന്മാർക്ക് പിന്നെ അതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരിപൂർണമായും 40 ദിവസം ഒരുമിച്ച് കിട്ടണം. 5 വക്ത് നിസ്കാരവും ഇമാം അല്ലാഹു അക്ബർ എന്ന ആദ്യത്തെ തക്ബീർ ചൊല്ലുന്ന തക്ബീറത്തുൽ ഇഹ്റാം, ആ തക്ബീറിന്റെ കൂടെ ഇമാമിന്റെ പിന്നിലുണ്ടാവണം. അങ്ങനെ 40 ദിവസം ഒരാൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ കുതിബ ലഹു ബറാഅതാൻ, അല്ലാഹു 2 മോചനം അവർക്ക് നൽകും. ഒന്ന് ബറാഅത്തുൻ മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള മോചനം, വ ബറാഅത്തുൻ മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള മോചനം. അവരൊരിക്കലും മുനാഫിഖാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ട്രെയിനിങ് ആണ്. 40 ദിവസം അങ്ങനെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അതിനപ്പുറത്തേക്ക് അള്ളാഹു ശരിയാക്കി തരുന്ന. 40 കഴിഞ്ഞാൽ പിന്നെ അത് 40 ദിവസം 5 നേരത്തെ ജമാഅത്ത് തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടെ കിട്ടിയൊരു മനുഷ്യൻ അതിന്റെ രുചി അറിയും. പിന്നെ അവർക്ക് നിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഹിദായത്തിന് ഉറപ്പുണ്ട് എന്നൊരു സൂചന ഈ ഹദീസിലുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി എന്തെങ്കിലും ജമാഅത്തുകൾ നഷ്ടപ്പെട്ടു പോയതുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ, ഇന്നത്തെ ളുഹർ മുതൽ അല്ലെങ്കിൽ അസ്ർ മുതൽ ഇതാ നമ്മൾ ആരംഭിക്കുകയാണ് 40 ദിവസത്തെ ഒരു പ്രോഗ്രാം. 40 ദിവസം മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ. അതൊരു വലിയ തൗഫീഖാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇദാ തതഹറ الرجل ثم مر الى المسجد يرعى الصلاه, ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളു എടുക്കുകയും നിസ്കരിക്കുവാൻ വേണ്ടി മസ്ജിദിലേക്ക് പോവുകയും ചെയ്താൽ, യർഅ സ്വലാ, നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ, കതബലഹു കാതിബുഹു, നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ട ഈ മനുഷ്യന് വേണ്ടി അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുകയും ആ മലക്ക് ബികുല്ലി ഖത്വത്തിൻ യഖ്തുഹാ ഇലൽ മസ്ജിദി 10 ഹസനാത്ത്,
വീട്ടിൽ നിന്ന് ഒതു കൊടുക്കുക, എന്നിട്ട് മസ്ജിദിലേക്ക് പോവുക. മസ്ജിദിൽ ചെന്നിട്ട് ഒതു കൊടുക്കുക മറ്റും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീട്ടിൽ നിന്ന് ഒതു കൊടുത്ത് പോകുന്നതിന് വേറെ കൂലിയാണ്. ഓരോ കാൽവെപ്പിനും 10 വീതം ഹസനത്തുകൾ അല്ലാഹു നൽകുമത്രേ, 10 ഗുണങ്ങൾ. നിസ്കരിക്കാൻ നടന്നു പോവാൻ കഴിയാത്ത ആൾക്ക് അതുപോലത്തെ കൂലി അല്ലാഹു നൽകും നിയ്യത്തുള്ളതിന്റെ പേരിൽ. ويكتب من المصلين من حين يخرج من بيته حتى يرجع إليه. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതുവരെ നിസ്കരിച്ചതിന്റെ കൂലിയും അല്ലാഹു നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മലയാളികൾക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം, സാധുമാര് മസ്സലൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം പഠിച്ചപ്പോഴേ കുറെ അറിഞ്ഞാൽ വലിയ അടങ്ങാറാണ്. വീട്ടിൽ നിസ്കരിച്ചാൽ ഓക്കെ അല്ല, കുഴപ്പമൊന്നുമില്ല, അപ്പൊ വീട്ടിൽ നിസ്കരിക്കേണ്ടത് മസ്ജിദിൽ നിന്നാണ്. വീട്ടിൽ നിസ്കരിച്ച നിസ്കാരം സ്വഹീഹാണ്. പക്ഷേ ഹബീബായ നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ച എത്ര ഹദീസാണ് ജമാഅത്തായിട്ട് മസ്ജിദിൽ പോയിട്ട് നിസ്കരിക്കുക. അത് ആദ്യത്തെ ജമാഅത്തിന് തന്നെ കൂടണം. നമ്മുടെ മഹല്ല് ജമാഅത്തുകളിൽ നമ്മുടെ സുബ്ഹി ജമാഅത്തിനും നമ്മുടെ ഇശാഇനും അസ്റിനും ളുഹറിനും ഒക്കെ എത്ര ആളുകളുണ്ട് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ. അതിനനുസരിച്ചാണ് ഈ ഉമ്മത്തിന് അല്ലാഹു വിലയിടുന്നത്. ഈ ഉമ്മത്തിന് അല്ലാഹു നൽകുന്ന വില പ്രത്യേകിച്ച് സുബ്ഹി നിസ്കാരത്തിന്റെ സ്വഫ് നോക്കിയിട്ടാണ്. സുബ്ഹി പെരുന്നാക്ക് ആള് കൊള്ളാൻ വേണ്ടിയിട്ടാണ് പള്ളി വലുതാക്കല്ലേ. പെരുന്നാക്ക് ഒരിക്കൽ നിസ്കരിക്കാത്തവന് പെരുന്നാക്ക് ഇപ്പം വന്നു വരും, അവനിപ്പോ ആഘോഷല്ലേ. പക്ഷേ സുബ്ഹി നിസ്കാരത്തിന് ഡെയിലി ആ നാട്ടിൽ മഹല്ലിൽ ഹാദറായ ആളുകൾ എത്ര പേര് വരുന്നുണ്ട്, ഇതൊരു വിഷയമാണ്. എത്ര കൂലിയാണെന്നല്ലേ. വീട്ടിൽ നിന്ന് ഉദുവെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ വാഹന സൗകര്യം ഉണ്ടായിരിക്കാം, നടക്കാവുന്ന ദൂരമാണോ നടന്നിട്ട് തന്നെ പോവുക. എത്രയൊക്കെ ഉപകാരം. രാവിലത്തെ ഫ്രഷ് എയർ, ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയുള്ള ഓക്സിജൻ കിട്ടുന്ന സമയമാണ് ഒന്ന്. കാരണം അധികം മലിനീകരണങ്ങളൊന്നും ഉണ്ടാവില്ല, ഒച്ചപ്പാടില്ല, ബഹളമില്ല. പിന്നെ ഭൂമിയുടെ ടെമ്പറേച്ചർ വളരെ മനോഹരായിരിക്കും, ചൂടൊന്നും ആയിട്ടില്ല. സൂര്യൻ ഉദിച്ചു വരുന്ന നേരം ആ വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടും, ഒന്ന്. നല്ല ഫ്രഷ് എയർ കിട്ടും, മനസ്സമാധാനം കിട്ടും. ഈ രാവിലെ ഇറങ്ങി നടക്കുന്നത്, റോഡിലൂടെ ഒന്നും പോണ്ടേ, ബസ്സൊക്കെ തട്ടിപ്പോയി പോകും. അതുകൊണ്ട് സേഫായ സ്ഥലത്ത് കൂടെ നടക്കുക. ആ നടക്കുന്നത് മനസ്സിന് ഉത്സാഹമാണ്. ലോകത്ത് ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്നതിന്റെ കണക്കെടുത്തപ്പോ ഏറ്റവും കൂടുതൽ സൈലന്റ് അറ്റാക്ക് വന്ന് ഉറക്കത്തിൽ മരിച്ചു പോകുന്നത് രാവിലെ 8 മണിക്കാണ്. അതിന്റെ കണക്ക് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. രാവിലെ 8 മണിക്കാണ് മനുഷ്യന്മാർ മരിക്കുന്നത്. ഉറക്കത്തിൽ നോൺ സ്റ്റോപ്പ് ഉറങ്ങിയിട്ട് ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നതിന്റെ 99% മരണങ്ങളും രാവിലെ 7 മണി 8 മണിക്കുള്ളിലാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു പഠനം നടന്നപ്പോൾ ഒരു വിചിത്രമായ ഒരു കൂട്ടിവായിക്കൽ നടന്നത്, സുബ്ഹി നിസ്കാരത്തിന് എണീക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡേഞ്ചർ ഒഴിവായി കിട്ടും. ആ സമയത്ത് എണീക്കുകയാണ്. നോൺ സ്റ്റോപ്പ് ഉറങ്ങുന്ന ആളുകൾക്ക് അറ്റാക്ക് വരാൻ, ശരീരം നം എന്ന് പറയില്ലേ, ഒരു മരവിപ്പ് പോലെ അനക്കമില്ലാതെ ബ്ലഡ് പമ്പിങ് നിലച്ചു പോകുന്ന അല്ലെങ്കിൽ സ്ലോ ആയി പോകുന്ന സമയം കണ്ടെത്തിയത് 8 മണിയാണ്, രാവിലത്തെ 8 മണി സമയം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ. സ്വലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരമാണ് ഉറക്കിനേക്കാളും ഖൈർ കേട്ടോ, എഴുന്നേറ്റോളൂ എന്ന് പറയുന്ന വിളിയിൽ എന്തൊക്കെ ഉപകാരങ്ങൾ കിട്ടിയപ്പോ. അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പൈസക്ക് ചെലവല്ലേ. വേദനയും കീറി മുറിക്കുന്നതും വേറെ, വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വേറെ, നമ്മൾ അനുഭവിക്കേണ്ട വേദന വേറെ. ഇനി രക്ഷപ്പെട്ട് കിട്ടൂല്ലോ അതും അറിയില്ല, ചിലപ്പോൾ അങ്ങ് മരിച്ചുപോയി എന്ന് വരും. അപ്പോ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നിടത്ത് അല്ലാഹുവേ നമ്മുടെ റൂഹിനും ജസദിനും അല്ലാഹു ഉപകാരം നൽകുന്ന സമയമാണത്. അതുകൊണ്ട് നമ്മുടെ രാവിലത്തെ നിസ്കാരങ്ങളിലേക്കുള്ള നടത്തം അത് വലിയ പ്രതിഫലമാണ്, നഷ്ടപ്പെടുത്തരുത്. ഓരോ കാൽവെപ്പിനും 10 കൂലി. യാ അല്ലാഹ്, 10 ഹസനാത്ത്. ഓരോ കാൽവെപ്പും എത്ര സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടി വരും കടന്നു പോകാൻ, അതിന് മുഴുവനും കൂലിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രതിഫലം. യാ അല്ലാഹ്, മൻ തവല്ലഅ ഫഖാല ബഅദ ഫറാഗിഹി മിൻ വുദൂഇഹി, നിസ്കരിക്കുവാൻ വേണ്ടി വുദൂ എടുക്കുകയും വുദൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മജ്ലിസ് പിരിയുമ്പോൾ ചൊല്ലുന്ന ദിക്റുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
ഇത് കഫാറത്തുൽ മജ്ലിസ് എന്ന് പറയുന്ന ദുആയാണ്. ഒരു മജ്ലിസ് കഴിഞ്ഞ് പിരിയുമ്പോൾ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, പരിശുദ്ധനാണ് റബ്ബേ നീ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്, നിന്നെ സ്തുതിക്കുകയാണ് റബ്ബേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളും ഈ ലോകത്തില്ല, നീ മാത്രമാണ്. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ, നിന്നോട് ഖേദിച്ചു മടങ്ങുന്നു റബ്ബേ എന്നൊരാൾ പറഞ്ഞാൽ കുതിബ ഫീ റിഖിൻ, അത് പ്രത്യേകമായ ഒരു കടലാസിൽ രേഖപ്പെടുത്തപ്പെടുകയും തുമ്മ ജുഇല ഫീ ത്വാബഇൻ, സീല് വെച്ചതിനെ മൂടിക്കളയുകയും ചെയ്ത് അല്ലാഹു തആല സീല് വെച്ച് അടച്ചു വെച്ച പ്രത്യേകമായ ഒരു ദിക്റായി അല്ലാഹു സ്വീകരിക്കുകയും ഫലം യുക്സർ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാളിലാണ് ആ ഖബറുകൾ അല്ലാഹു പൊട്ടിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വുദു എടുത്ത് കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട ദിക്റുണ്ട്, ദുആ ഉണ്ട്. ആ ദുആഇന്റെ കൂടെ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അത് അല്ലാഹു തആല സീൽ വെച്ച് സ്റ്റാമ്പ് ചെയ്ത് മൂടി വെക്കുമെന്നാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയ ദിക്റാണ്. ഇത് പൊട്ടിക്കുന്നത് സുബ്ഹാനല്ലാഹ് അന്ത്യനാളിലാണ്. എന്തൊരു സന്തോഷം ഉണ്ടാവും. ഈ കുറുക്കല്യാണം വെച്ചിട്ടുണ്ട്, കവറൊന്ന് പൊട്ടിച്ചു നോക്കല്, കല്യാണത്തിനൊക്കെ കിട്ടിയ കവറൊക്കെ അത് പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തന്നിക്കണോ കിട്ടിക്കണോ ഇല്ലേ എന്നൊക്കെ അല്ലേ. നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് സന്തോഷിക്കാൻ ഇതിലും വലിയ ഹസനാത്തുകൾ. എത്ര വുദു കൊടുക്കും നമ്മൾ? മിനിമം 5 വുദു കൊടുക്കണ്ടേ? ഓരോ വക്തിനും വുദു എടുക്കുകയാണെങ്കിൽ എടുത്തിട്ട് ജന്മത്ത് മുറിയാത്ത ആൾക്കാരുണ്ട്, അവരെ പറ്റിയല്ല പറഞ്ഞത്. വുദു പുതുക്കൽ സുന്നത്താണ്. അപ്പോൾ ഓരോ ഫർള് നിസ്കാരത്തിനും ഓരോ വുദു സുന്നത്തിന് വേറെ എടുക്കാൻ പറ്റും, അങ്ങനെ എടുക്കാം. യാ അല്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹു തആല അതിനെ സീൽ വെച്ച് അടക്കം ചെയ്ത് ഖിയാമത്ത് നാളിലേക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അവിടെ വെച്ചുകൊണ്ടാണ് അത് തുറക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്റുകൾ നഷ്ടപ്പെടുത്തരുത്. നിസ്കാരം വെള്ളിയാഴ്ച ദിവസവും അൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ വൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തു ലിമാ ബൈനഹുമാ ഇദ ജതുനിബത്തിൽ കബായിർ. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ അതിനിടയിലുള്ള ചെറുദോഷങ്ങൾ റമളാനിൻ കാരണം അല്ലാഹു പുറത്തു തരും. വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ. വൽ ഉംറത്തു ഇലൽ ഉംറ, ഒരു ഉംറ കഴിഞ്ഞാൽ അടുത്ത ഉംറ വരെ. അടുത്ത ഉംറക്ക് പോകണമെന്ന് നിയ്യത്ത് വേണം. അതാണ് പറയുന്നത്. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും തുടരെ ചെയ്തുകൊണ്ടിരിക്കണം, ആഗ്രഹം വേണം. അങ്ങനെയാണെങ്കിൽ മുമ്പ് ചെയ്ത ഉംറ അടുത്തൊരു ഉംറക്ക് പോകാൻ അല്ലാഹുവേ സൗകര്യപ്പെട്ടാൽ ഞാൻ പോകും, നേരത്തെ തന്നെ പോകും എന്ന നിയ്യത്തോടുകൂടെയാണെങ്കിൽ ആ രണ്ടാമത്തെ ഉംറ നടക്കുന്നതിനിടയിൽ ഈ 2 ഉംറകൾക്കിടയിലുള്ള സമയത്ത് സംഭവിച്ചു പോയ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ورجل حضرها بإنصات وسكون ولم يتخط رقبة مسلم. ഇത് പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ജുമുഅക്ക് പോകുമ്പോൾ റജുലുൻ ഹളറഹാ ബിഇൻസാത്തിൻ, ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഫോൺ പോലും നോക്കാൻ പാടില്ല. മൻ മസ്സൽ ഹസ്വ ഫഖദ് ലഗാ, ചരൽക്കല്ലിൽ കൊണ്ട് കൈ തൊട്ടാൽ അവർ ഖുതുബയോടുള്ള അദബ് പാലിച്ചില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചരൽക്കല്ല് എന്ന് പറയാൻ കാരണം? അന്ന് പള്ളിന്റെ ഉള്ളിൽ ചരൽക്കല്ലാണ്, ടൈലില്ല, കാർപ്പറ്റില്ല, ചരൽക്കല്ലായിരിക്കും. അതുകൊണ്ട് ആ കല്ല് തൊട്ടു വെറുതെ ഇങ്ങനെ മിനിസ്റ്ററുണ്ടോ അല്ലേ എന്നൊക്കെ വെറുതെ നോക്കിയായിരിക്കും. അയാൾക്ക് പോലും ഖുതുബയുടെ കൂലി നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മൊബൈൽ നോക്കിയാലോ എന്തായാലും പോകുന്ന ഉറപ്പല്ലേ? പേഴ്സ് എടുത്ത് നോക്കി, അല്ലെങ്കിൽ സീലിംഗ് മൊത്തം ഡിസൈനിങ് നോക്കിയിരിക്കുകയാണ്. ഇമാം ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റാണ് നടക്കുന്നത്. ഇനി തിരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ദിക്റാണത്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. മിണ്ടാണ്ടിരിക്കണം. ഖുതുബ ഓതുമ്പോൾ ഖുർആൻ ഓതാൻ പാടില്ലല്ലോ, അറിയാലോ. ചിലർ ഖുതുബ ഓതുമ്പോൾ അറിയാതെ അങ്ങ് തസ്ബീഹ് ചൊല്ലും, ചെല്ലാൻ പാടില്ല എന്നാണ്. ഖുതുബ നടക്കുമ്പോൾ തസ്ബീഹ് എല്ലാം പാടില്ല. ഇമാമിന്റെ ഖുതുബയെ തിരിഞ്ഞാലും ഇല്ലെങ്കിലും ശ്രദ്ധിച്ചിരിക്കണമെന്നാണ്. അതൊരു അദബാണ്. ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഓടി വരണം എന്നാ പറഞ്ഞത്. അവിടെ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് പാടില്ല. കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയാം. പള്ളി കമ്മിറ്റിക്കാർക്ക് അവിടെ എന്തായാലും ഒരു പിരിവൂട്ടൽ ആവശ്യക്കാർ, അപ്പോൾ ബക്കറ്റ് കൊടുത്തേക്കും.
ഇമാം ഖുതുബ തുടങ്ങേണ്ട മുമ്പ് കൊടുത്തയച്ചോളി, അല്ലെങ്കിൽ ഖുതുബ കഴിഞ്ഞിട്ട്. ഈ ഖുതുബ നടക്കണ ഇങ്ങനെ കൊടുത്തേക്കുക. അവരെ പേഴ്സ് എടുത്ത് ചില്ലറെടുത്ത് മാറ്റവും പോയില്ലേ, ജുമാന്റെ ഖുതുബന്റെ കൂലി പോയില്ലേ. ഖുതുബ നടക്കുമ്പോൾ ചെയ്യരുത്, ഖുതുബന്റെ മുമ്പ് ചെയ്തോളി. ഖുതുബ കഴിഞ്ഞിട്ട് ബക്കറ്റ് ഇങ്ങനെ വിട്ടോളി, കുഴപ്പമില്ല. ഖുതുബ നടക്കണതിൽ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഖുതുബന്റെ കൂലി നഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഇല്ലല്ലോ, അൽഹംദുലില്ലാ. നല്ല വിവരമുള്ള ഉസ്താദ്മാർ നാട്ടിലുണ്ടായ നല്ല സുഖമാണ്, കാര്യങ്ങൾ മനസ്സിലായി കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതങ്ങനെ നടക്കും. നാട്ടുകാരങ്ങനെ ഖുതുബ കൂലി അങ്ങ് പോവല്ലേ. ആരാണോ അത് ചെയ്തു വെക്കണത് അവരിതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് മൗനമായി ജുമുഅയെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കണം. ഖുതുബ തുടങ്ങിയാൽ ഇമാം മിമ്പറിൽ കയറി മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നവരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനാണ്. ഒരു നിലക്കും മറ്റൊരിടത്തേക്കും ശ്രദ്ധ പോകാതെ ആ ദിക്റിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. അല്ലാഹുവിന്റെ ദിക്റാണത് എന്ന ബോധ്യത്തോടുകൂടെ ബിഇൻസാത്തിൻ വസുകൂൻ, ശാന്തമായി മൗനമായി ഖുതുബയെ ശ്രദ്ധിക്കുകയും വലം യതഖത്ത റഖബത മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെയും തോളിൽ ചവിട്ടി പോകാതെ ഒരു മനുഷ്യൻ ജുമുഅക്ക് പോയാൽ, അതായത് ലേറ്റ് ആയിട്ട് വരും, എന്നിട്ട് അവ്വൽ സഫക്ക് പോകുമാണ്, സലാം വിട്ട് ആദ്യം ഇറങ്ങി പോകുമാണ്. എന്തായി പരിപാടി? ഒന്നുകിൽ നേരത്തെ വരിക, അത്തരം ആൾക്കാർ നേരത്തെ വന്ന് അവിടെ ഇരിക്കുക. ഇത് വരുന്നത് ലേറ്റ് ആയിട്ട്, എന്നിട്ട് എല്ലാവരും തോള് ചവിട്ടി 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 പോയിട്ട് അവിടെ മുമ്പിൽ പോയിരിക്കും. ഇമാം സലാം വിട്ട് കഴിഞ്ഞിട്ട് പോരുന്നു കാണാം. ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ, ഒരു ഫുർജത്തുണ്ടെങ്കിൽ, ഒരു സൊഫിന്റെ വിടവുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടി ഒരാൾക്ക് പോകാം. എന്നാൽ പോലും അവിടെ ഇരിക്കുന്ന ജുമുഅയെ ഖുതുബയെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഈ തോള് ചവിട്ടി പോവെന്ന് പറഞ്ഞാൽ അതൊരു അസൗകര്യമാണ്. ഒന്ന് ബുദ്ധിമുട്ട്, ഒന്നിങ്ങനെ ചെരിഞ്ഞു കൊടുക്കണ്ടേ, അത് ആളുകൾക്ക് ചെറിയൊരു ഭാരമാണ്. അതുപോലും ചെയ്യരുതെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തോളിൽ തോണ്ടിയിട്ട് ഇങ്ങനെ പോവുക, അങ്ങനെ ചെയ്യരുത്. പക്ഷെ ഒരു വിടവ് അവിടെ ഉണ്ട്, ആ വിടവ് ഇയാൾ പോയിട്ട് തന്നെ നികത്തണം, വേറെ ആരും നികത്താനില്ല, ആരും അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ വിടവിലേക്ക് പോകാൻ വേണ്ടി ഇയാൾക്ക് പോകാം. മിനിമം ഡിസ്റ്റർബൻസേ പറ്റൂ. ആളുകളെ ബുദ്ധിമുട്ടാക്കരുത്, തോളിലേക്ക് ചവിട്ടിയിട്ട് പോകരുത്. കാലുമത്തെ ചളിയൊക്കെ കുപ്പായത്തിലാവും ചിലരുത്, ചവിട്ടി പോകുമ്പോഴേ അങ്ങനെ നാക്കാൻ പാടില്ല. എന്തൊരു അദബാണ്! ജുമുഅ എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമല്ലേ, അല്ലാഹുവിന്റെ ദിക്റല്ലേ. ഈ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ ഈ ജുമുഅക്ക് ഇങ്ങനെ അച്ചടക്കത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു ചെറുദോഷങ്ങൾ ഓട്ടോമാറ്റിക്കലി പുറത്തു കൊടുക്കുന്നതാണ്. വലം യതഖത്ത റഖബത മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ തോളിലും ചവിട്ടാതെ, തോൾ മറികടന്നു പോകാതെ, ബുദ്ധിമുട്ടാക്കാതെ ഒരു മനുഷ്യൻ എത്തിയാൽ വലം യുദി അഹദൻ, ഒരാളെയും പ്രയാസപ്പെടുത്തുകയും ചെയ്യാതിരുന്നാൽ ഫഹുവ കഫാറത്തുൻ ഇലൽ ജുമുഅത്തി അല്ലതി തലീഹാ, അങ്ങനെ ഒരു ജുമുഅ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ അടുത്ത ഒരു ജുമുഅക്ക് വരെ അതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കാൻ ഈ ജുമുഅ മതി. കാരണം പറഞ്ഞത് ഒരാളുടെ തോളിലും ചവിട്ടാതെ പോകണം, ആരെയും ബുദ്ധിമുട്ടാക്കരുത്. വലം യുദി അഹദൻ, ഒരാളെയും പ്രയാസപ്പെടുത്തരുത്, ഒരാളെയും പ്രയാസപ്പെടുത്തരുത്. ജുമുഅക്ക് വന്നിരിക്കുമ്പോ, ജുമുഅക്ക് പള്ളിയിന്റെ ഉള്ളിൽ സ്ഥലമില്ല, പുറത്ത് ബുദ്ധിമുട്ടാണ്, ചൂടിലാണ് ആളുകൾ നിൽക്കുന്നത്. ഉള്ളിൽ മാക്സിമം സ്ക്വീസ് ചെയ്തിട്ട് മാക്സിമം ആളുകൾ ഉള്ളിലേക്ക് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഇമാമുമാർ പുറത്ത് എത്രയോ ആളുകൾ വെയിൽ കൊണ്ട് നിസ്കരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുറത്താളുകൾ പള്ളി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നിസ്കാരത്തിന്റെ ഖിറാഅത്ത് പോലും ചുരുക്കണം, ഖുത്ബ ചുരുക്കണം. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്നാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് ഒരൽപ്പം നീളമുള്ള സൂറത്ത് ഓതിയപ്പോഴാ ഹബീബായ നബി തങ്ങൾ ചോദിച്ചത്, അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ നിങ്ങൾ ഫിത്ന ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചു ഹബീബായ നബി തങ്ങൾ. മുആദ് റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? പണ്ഡിതന്മാരുടെ നേതാവാണ്. യസ്ബിഖുൽ ഉലമാഅ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആലിമീങ്ങൾ മുഴുവൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു കാലം മുമ്പ് മുആദ് എന്നവർ സ്വർഗ്ഗത്തിൽ കടന്നിരിക്കും. പണ്ഡിതന്മാരുടെ നേതാവാണ്. സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന, അവരാണ് മുആദ് തങ്ങൾ. ആ സ്വഹാബിയോട് തങ്ങൾ പറഞ്ഞു, മുആദേ നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുകയാണോ? എന്താ കാരണം എന്നറിയോ? നിസ്കാര ഇശായിൽ ദീർഘമായി സൂറത്ത് ഓതിയതാ വിഷയം.
അന്നൊരു അൻസ്വാരിയായ കർഷകൻ നിസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കാൻ. മുആദ് എന്നവർ ഇമാമാണ്. മുആദ് എന്നവർ ചെയ്തിരുന്ന പണി എന്ന് വെച്ചാല് റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ മദീനത്തെ പള്ളിയിൽ ജമാഅത്തായിട്ട് ഹബീബിന്റെ കൂടെ മഅ്മൂമായി നിസ്കരിക്കും. എന്നിട്ട് സ്വന്തം നാട്ടുകാർക്ക് മഹല്ലുകാർക്ക് സുന്നത്താണ് മൂപ്പർക്ക് ഇശാഇന്റെ ഇമാമായി നിസ്കരിക്കും. മൂപ്പരുടെ ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി മൂപ്പർ എന്ത് ചെയ്യും? ഇമാമായി നിസ്കരിക്കും മഹല്ലിൽ ചെന്നിട്ട്. അങ്ങനെ നിസ്കരിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മുആദ് റളിയല്ലാഹു അൻഹു. അന്നത്തെ സാഹചര്യം അനുസരിച്ചത് പഠിപ്പിച്ചു കൊടുക്കാൻ ആള് വേണം. മുആദ് തങ്ങൾ അവിടെ നിന്ന് നിസ്കരിക്കുമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഒരു കർഷകൻ വന്നു. മുആദ് എന്നവര് സൂറത്തുൽ ബഖറ തുടങ്ങിയത്. കാരണം നല്ല ഹാഫിളാൻ, ആലിമാൻ, റാഹത്തിൽ ഓതാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കർഷകനായ മനുഷ്യൻ കൈയഴിച്ചു, സലാം വീട്ടി. ഒറ്റക്ക് പോയി നിസ്കരിച്ചിട്ട് ഒരൊറ്റ പോക്ക് വീട്ടിലേക്ക്. പിറ്റേന്ന് രാവിലെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വേരെത്തുമ്പോഴേക്ക് വേറെ ഒരാൾ ചെന്ന് മുആദ് എന്നവരോട് ആദ്യമേ പറഞ്ഞു, മുആദ് എന്നവരെ നിങ്ങൾ അറിഞ്ഞോ? എന്ത്? ഇന്നാലിന്ന ഒരാൾ നിങ്ങളുടെ കൂടെ അല്ലാഹു അക്ബർ എന്നൊക്കെ ചൊല്ലിയിട്ട് നിസ്കാരത്തിനിടക്ക് പോയി. മുആദ് എന്ന് പറഞ്ഞത് മുനാഫിഖ്, അത് മുനാഫിക്കിന്റെ പണിയാണല്ലോ എന്ന് പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ സാധുത കേൾക്കുകയും ചെയ്തു, അറിഞ്ഞു. പൊന്നാര നബിയെ, ഞാൻ കർഷകനാണ്. ലീ നാദുഹാൻ, എനിക്ക് 2 ഒട്ടകമുണ്ട്. വെള്ളം കിണറ്റെന്ന് കോരുന്ന ഒട്ടകം, അങ്ങനെ കയറിങ്ങനെ വലിച്ചുകൊണ്ടു പോകുന്ന ഒട്ടകം. ആ ഒട്ടകത്തിന്റെ പിന്നാലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആളാണ് ഞാൻ. പൊന്നാര നബിയെ, വെയിൽ കൊണ്ടിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. ആ ഒട്ടകത്തെ നോക്കണം, വെള്ളം ചിന്താതെ നോക്കണം, വെള്ളം ഒഴിച്ചെടുക്കണം, ആള് കിടന്നതിന്റെ പൈസ വാങ്ങിക്കണം. ഇങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ നിസ്കരിച്ചിട്ട് പോകാമെന്ന് വന്ന് നിൽക്കുമ്പോൾ മുആദ് എന്നവർ ചൊല്ലുന്നു സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ് തുടങ്ങുന്നത്. പൊന്നാര നബി, എന്നെ കൊണ്ട് പറ്റൂല അത്ര നേരം നിൽക്കാൻ. ഞാൻ പോന്നു. എന്നിട്ട് എന്നെ പറ്റി പറയാണ് ഞാൻ മുനാഫിക്കാണ് എന്ന്. അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചു മുആദ് എന്നവരെ, മുആദേ, ഈ സംഭവം ശരിയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ സൂറത്തുൽ ബഖറയൊക്കെ ഓതല് ഇശാക്ക് എന്ന് ചോദിച്ചു. ആ നബി, എൻ്റെ നാട്ടുകാരല്ലേ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, സമയമുണ്ടല്ലോ, ഞാൻ റാഹത്തിലങ്ങ് ഓതി കൊടുക്കും. എന്നാൽ മുആദേ, നിങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുന്നവരിൽ അൽളഈഫ, വളരെ ആരോഗ്യം കുറഞ്ഞ ആളുകൾ ഉണ്ടാകും. വൽ മരീള, രോഗികളുണ്ടാകും. വൽ മുസാഫിറ, യാത്ര പോകുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോ അത്തരം ആളുകൾ ബാക്കിലുണ്ടാകുമ്പോൾ നിങ്ങൾ ദീർഘമായി സൂറത്ത് ഓതാൻ പാടില്ല. മുആദ്, അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ, ഇത് ഫിത്നയാണ്, ഇത് ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് എന്നവർ പിന്നെ ചെറിയ സൂറത്ത് ഓതാറുള്ളതാണ്. പിന്നെ പ്രത്യേകമായൊരു മസ്ജിദാണ്. ആളുകൾ വഴിയാത്രക്കാരൊന്നും കൂടുന്ന സ്ഥലമല്ല, നാട്ടുകാർ മാത്രമേ ഉള്ളൂ. അതിൽ യാത്രക്കാരൊന്നും ഇല്ല, എല്ലാവർക്കും പൊരുത്തമാണ്. എന്നാൽ പിന്നെ ദീർഘമായി സൂറത്ത് ഓതിക്കും, ഒരു കുഴപ്പമില്ല. അതല്ല, പല ആളുകളും കയറിറങ്ങി പോകുന്ന മസ്ജിദാണ്, യാത്രക്കാർ കൂടുതൽ കാണും. അവർക്ക് വേണ്ടി നിസ്കാരം ചുരുക്കലാണ്. അതാണ് ഫിഖ്, അതാണ് ദീൻ മനസ്സിലാക്കൽ. വറജുലുൻ ഹദറഹാ ബിഇൻസാത്തിൻ വസുകൂനിൻ വലം യതഖത്ത റഖബത മുസ്ലിമിൻ വലം യുദി അഹദാ, ആരെയും വിഷമിപ്പിക്കാതെ, ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ, ഒരാളുടെയും തോളിൽ കവച്ചു വെച്ച് നടക്കാതെ, ജുമുഅക്ക് മൗനമായി ശാന്തമായി ഒരാൾ ജുമുഅ ശ്രദ്ധിച്ചിരുന്നാൽ ഫഹുവ കഫാറത്തുൻ ഇലൽ ജുമുഅത്തി അല്ലതി തലീഹാ, അടുത്ത ഒരു ജുമുഅ വരെ ഈ ജുമുഅ അവർക്ക് പ്രായശ്ചിത്തമാണ്. വസിയാദതു 3 അയ്യാം, അപ്പൊ അടുത്ത ജുമുഅ വരെ 7 ദിവസമല്ലേ ഉള്ളൂ. 3 ദിവസം ഏറെ, 10 ദിവസത്തേക്ക് അല്ലാഹു 3 ദിവസം ബോണസ് ആയിട്ട് നൽകും. കഫാറത്താണ്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാന്ന് പറയും. ഒരു സ്വഹാബി ഹബീബിന് മുമ്പിൽ വന്നു, ഹലക്കത്തു യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ നശിച്ചു പോയി റസൂലേ, നശിച്ചു പോയി. എന്തേന്ന് ചോദിച്ചു. റമദാൻ മാസത്തിലാണ് അവര് വന്നത്. എന്തേന്ന് ചോദിച്ചു. വാഖഅതു അഹ്ലി നഹാറ റമദാൻ, നബിയെ, റമദാനിന്റെ പകലിൽ ഞാൻ എൻ്റെ ഭാര്യന്റെ കൂടെ കടന്നു. കുളി വാജിബായി എന്നർത്ഥം. എന്താ നബിയെ ഞാൻ ചെയ്യാ? ഞാൻ നശിച്ചു പോയല്ലോ, എനിക്കെല്ലാം നഷ്ടമായല്ലോ, എൻ്റെ ആഖിറം പോയല്ലോ നബിയെ എന്ന് പറഞ്ഞ് വിഷമിച്ചു. അഅ്തിഖ് റഖബതൻ, അതിന്റെ കഫാറത്ത് പറഞ്ഞെടുത്ത് പ്രായശ്ചിത്തം. എന്താ പ്രായശ്ചിത്തം? അഅ്തിഖ് റഖബതൻ, ഒരൊട്ടകത്തെ, ഒരു അടിമയെ നിങ്ങൾ മോചിപ്പിക്കണം. മുഅ്മിനത്തായ ഒരു അടിമയെ മോചിപ്പിക്കണം. പൊന്നാര നബി, അടിമയൊക്കെ വാങ്ങണ എത്ര പൈസ വേണം? എൻ്റെ അടുത്തൊന്നുമില്ല എന്ന്. സും ഷഹ്റൈനി മുതതാബിഈൻ,
2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. 60 നോമ്പ് കണ്ടിന്യൂസ്. എൻ്റെ ഇടയ്ക്ക് വിട്ടുപോയാൽ തലക്കന്ന് വീണ്ടും തുടങ്ങണം. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, ശ്രദ്ധിച്ചോളി. റമദാന്റെ പകലിലെങ്ങാനും ഇമാതിരി ഏർപ്പാട് തുടങ്ങിയാൽ 60 നോമ്പാ. ഓരോ നോമ്പിനും ലൈഫ് ടൈം മുഴുവൻ നോക്കേണ്ടി വരും. 60 നോമ്പെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പൊന്നാരി നബിയെ, ഈ റമദാൻ എന്നെ കൊണ്ട് പിടിച്ചാൽ കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ 60 നോമ്പൊക്കെ നോക്കാണ്? തങ്ങൾ ചിരിച്ചു. സല്ലല്ലാഹു അലൈഹി അറാബിയാണത്. തങ്ങൾ പറഞ്ഞു 60 മിസ്കീൻ ഭക്ഷണം കൊടുക്കണം. കൊടുത്തു. അപ്പൊ തങ്ങൾ ചോദിച്ചു, അയിന സായിൽ, ആ ആളെവിടെ? ഞാൻ നശിച്ചു എന്നൊക്കെ പറഞ്ഞു വന്ന ആളെവിടെയാണ്? ഞാൻ അതാ നബിയെ, ഇവിടെ വാന്ന് പറഞ്ഞു. 60 മിസ്കീന്മാർക്കുള്ള ഭക്ഷണം റെഡിയാണ്. ഇത് നീ കൊണ്ടുപോയി നിന്റെ നാട്ടിലെ പാവപ്പെട്ട 60 ആളുകൾക്ക് നീ ഭക്ഷണം കൊടുക്കണം. ഈ ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുക്കുന്നു. അലാ അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ്, ഞങ്ങളെക്കാളും ദാരിദ്ര്യമുള്ളവർക്ക് കൊടുക്കണം എന്നാണോ പറയണത്? വല്ലാഹി മാ ബൈന ലാബതൈഹാ അഫ്ഖറ മിൻ അഹ്ലി ബൈതി, ഞങ്ങൾ താമസിക്കുന്ന നാട്ടിൽ ഞങ്ങളെക്കാളും ദാരിദ്ര്യം പിടിച്ച ഒരു വീട്ടുകാരനല്ല നബിയെ. എന്നാ പിന്നെ നിന്റെ വീട്ടുകാർ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ ചെയ്ത ആ ഒരു തെറ്റിന് പ്രായശ്ചിത്തമായി നബിതങ്ങൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് മൂപ്പര പേർക്കാർക്ക് തന്നെ കൊടുത്തേക്കുന്നത്. അത് നിന്റെ പ്രായശ്ചിത്തമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായശ്ചിത്ത കഫാറത്തുകളാണ്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തമാണ്. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ 3 ദിവസം ഏറെയും 10 ദിവസത്തേക്കുള്ള പ്രായശ്ചിത്തം ഒരു ജുമുഅ കൊണ്ട് അല്ലാഹു തആല നൽകും. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ, ആരെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മയ്ക്ക് അല്ലാഹു 10 ഇരട്ടിയാണ് കൂലി നൽകുന്നത് എന്നല്ലേ നബി അല്ലാഹുവിന്റെ വചനം. ഇത് ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ജുമുഅക്കുള്ള കൂലിയാണ്. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി മദീന പള്ളിയിലെ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പള്ളിയിൽ മാ ഫാതത്നി തക്ബീറത്തുൽ ഇഹ്റാമി മുൻദു 40 സന, 40 വർഷം എനിക്ക് തക്ബീറത്തുൽ ഇഹ്റാം മദീന പള്ളിയിൽ നഷ്ടമായിട്ടില്ല. ഞാൻ ഇമാമിന്റെ തൊട്ടുപിറകിലുണ്ടായിരുന്നുവെന്ന് പറഞ്ഞ മദീനയിലെ ഫഖീഹായിരുന്നു സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല. മദീനയിലെ അറിയപ്പെട്ട ഫുഖഹാ സബ്അ അതിൽപ്പെട്ട ആളാണ് സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ. 40 വർഷം, 40 ദിവസമല്ല, 40 വർഷം ഇമാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, മദീന പള്ളിയിൽ ഉണ്ടായിരുന്നു. ഹജ്ജൊക്കെ മുമ്പ് കഴിഞ്ഞു. ഹജ്ജ് കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു സുന്നത്തായ ഹജ്ജിനൊന്നും പോയിട്ടില്ല. അദ്ദേഹം പിന്നെ മദീന പള്ളിയിൽ തന്നെ ക്യാമ്പിംഗ് ആണ്. അങ്ങനത്തെ ഒരു മഹാനോടൊക്കെ പറയാൻ എത്ര ധൈര്യം വേണമല്ലേ? 40 വർഷം എനിക്ക് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടമായിട്ടില്ല റസൂലുള്ളാഹിന്റെ പള്ളിയിൽ എന്ന് പറഞ്ഞ മഹാൻ സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ മകളുണ്ട്. മകളുടെ കല്യാണം കഴിഞ്ഞപ്പോഴേ പുതിയാപ്പിള്ള തലകെട്ടും കെട്ടിയിട്ട് രാവിലെ ഇറങ്ങിപ്പോവാണ്. ഞാൻ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളുടെ നിന്റെ ഉപ്പാന്റെ ദർസിലേക്ക് പോവാണ്. മോള് ഭാര്യ ചോദിച്ചു, എങ്ങോട്ടാ പോകണം? ഞാൻ ദർസിലേക്ക് പോവാണ്. ഉപ്പാന്റെ ശിഷ്യനാണ് അദ്ദേഹമാണ്. ഉപ്പാന്റെ മോളെ, അതായത് ഉസ്താദിന്റെ മോളെ കല്യാണം കഴിച്ചതാണ്. ഉസ്താദിന്റെ ദർസിലേക്ക് പോകുമ്പോ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ഇജ്ലിസ് ഫഇന്നി ഉഅല്ലിമുക ഇൽമ സഈദ്, എന്റെ വാപ്പ സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ പഠിപ്പിക്കുന്ന ഇൽമ് ഞാൻ ഓതിത്തരാൻ, കിതാബ് ഇവിടെ ഇരുന്നോളൂ, ഞാൻ ഓതിത്തരാന്ന്. ഭർത്താവിന് കിതാബ് ഓതി കൊടുത്ത മോളാണ് ഈ ഉസ്താദിന്റെ, ഈ മഹാന്റെ മോള്. ഭർത്താവിനോട് പറഞ്ഞു, ഉപ്പാന്റെ ദർശനം പോയിരിക്കേണ്ട ആവശ്യം, ഇവിടെ തന്നെ റൂമിലിരുന്നാൽ ഞാൻ ഓതിത്തരാൻ കിതാബ്. മാഷാ അല്ലാഹ്. ഉഅല്ലിമുക ഇൽമ സഈദ്, അതാണ് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി.